കാളികാവിൽ കടുവയെ പിടിക്കാൻ വെച്ച കൂട്ടിൽ പുലി കുടുങ്ങി. കേരള എസ്റ്റേറ്റിൽ C1 ഡിവിഷനിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. പൂക്കോട്ടുംപാടത്ത് വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച പുലിയാകാം ഇതെന്നാണ് കരുതുന്നത്. ഇതോടെ കടുവയ്ക്കായുള്ള തിരച്ചിൽ തുടരുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. അടിത്തറയുള്ള ബന്ധങ്ങൾക്ക് ഉറപ്പുള്ള വിശ്വാസം. കൂളത്ത് ടൈൽസ്, മാർബിൾസ്, സാനിറ്ററി വെയർ ആൻഡ് CP ഫിറ്റിംഗ്സ്. ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. കടുവയെ പിടിക്കാൻ സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത് പുലി. കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ നരഭോജി കടുവയെ പിടികൂടാൻ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. കേരള എസ്റ്റേറ്റ് C1 ഡിവിഷനിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. കടുവ കൂട്ടിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാവിലെ കൂട് പരിശോധിച്ചപ്പോഴാണ് പുലിയെ കണ്ടത്. കടുവയെ പിടിക്കാൻ 3 കൂടുകൾ സ്ഥാപിച്ചിരുന്നു. ഇതിൽ 3ാമത്തെ കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. ഇതോടെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൌത്യം തുടരുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പൂക്കോട്ടുപാടം കവളമുക്കട്ട ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിച്ചിരുന്നു. ഈ പുലിയാകാം കൂട്ടിൽ കുടുങ്ങിയതെന്ന് കരുതുന്നു. ഇതോടെ കടുവയെ പിടികൂടാനുള്ള ദൌത്യം തുടരുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. 2 ആഴ്ച മുൻപാണ് കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊലപ്പെടുത്തിയത്. കടുവയെ പിടികൂടാൻ വ്യാപക ശ്രമം നടത്തുകയും അതിന്റെ ഭാഗമായി 3 കൂടുകളും 100ഓളം ക്യാമറകളും സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. കടുവയെ പിടികൂടാത്തതിൽ വ്യാപക പ്രക്ഷോഭം നാട്ടുകാർ ആരംഭിക്കാനിരിക്കെയാണ് പുലി കൂട്ടിൽ കുടുങ്ങിയത്. ഇപ്പോഴും കടുവാഭീതി അവസാനിക്കാതെ നാട്ടുകാർ ആശങ്കയിലാണ്. കേരള വിഷൻ, വണ്ടൂർ.